പൊതുസ്ഥലത്ത് വെള്ളം അടിച്ചുകൂടാന്ന് അറിഞ്ഞൂടെ? പൊതുസ്ഥലത്തിരുന്ന് വെള്ളം അടിച്ചിട്ട് ഇങ്ങനെ നിന്നൂടാന്ന് അറിഞ്ഞൂടെ? എടാ എൻ്റെ പൈസ കൊടുത്ത് വെള്ളം അടിക്കും, ഞാൻ എനിക്ക് ഇഷ്ടമുള്ളടത്ത് വയ്ക്കും. നിനക്ക് എന്താ ചോദിക്കുന്നത്? എന്താ നമുക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ട് ബാക്കി പ്ലാനിങ്ങിൻ്റെ ഉള്ള കാര്യങ്ങൾ സംസാരിക്കാം. ആയിക്കോട്ടെ. ആദ്യമായിട്ട് ഭീമ ജുവലേഴ്സ് ഹോ മൈ ഗോഡ് പവേഡ് ബൈ കാമലാരിയുടെ ഒരു പുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഓക്കെ, ഗുഡ്. ഇല്ലേട്ടാ, കയ്യിലേക്ക് കൊടുത്ത് എന്താ പരിപാടി? ഇന്ന് നമ്മൾ അതിമനോഹരമായ ഒരു പ്ലാനിങ് ആണ്. നമ്മുടെ ആലുവയിലുള്ള മനീഷ് എന്ന് പറയുന്ന ഒരു സുഹൃത്തിന് കൊടുക്കുന്ന പണിയാണ് ഇന്നിവിടെ നടക്കുന്നത്. അതായത് ചങ്ക് ബ്രോസായ സുബിൻ, കണ്ണൻ, മീര ഇവർ 3 പേരും കൂടെ മച്ചുവിനിട്ട് നല്ല കിടിലൊരു പണി. കാരണം ഇവർ മാത്രമല്ല, ഇവർ കൂടെ ഒരു 7-8 ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പം കള്ളുകൂടിയനായ വില്ലേട്ടാ, മീര എങ്ങനെയാണ് നമ്മുടെ മനീഷിനെ ഇവിടെ എത്തിക്കുന്നത്? മീര നമ്മുടെ മനീഷിനെ എത്തിക്കുന്നതെന്ന് പറയാം, മീര എക്സാം കഴിഞ്ഞിട്ട് വെളിയിലോട്ട് പോകാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ട്രീറ്റ് എന്ന് പറയുന്ന രീതിയിലാണ് മനീഷിനെ ഇന്ന് ഇവിടെ വിളിച്ചു വരുത്തുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഈ മനീഷ് എന്ന പാവപ്പെട്ട പയ്യന് കൊടുക്കുന്ന ഒരു പണിയാണിത്. അന്നേരം മില്ലേട്ടൻ ഇന്ന് നല്ല രീതിയിൽ കൊള്ളും, ഉറപ്പാ. എങ്ങനെയാണെന്നറിയൂടെ 7-8 പേരുണ്ട്. ഇതിൽ ആർക്കൊക്കെ അറിയാമെന്ന് പോലും എനിക്കറിയാം. ഒരാളെ ഞാൻ ഏറ്റെടുത്തോളാം, ബാക്കി 6 പേര് പിന്നെ കിടക്കുകയല്ലേ. വാങ്ങിച്ചോ. എന്തായാലും നമുക്ക് ഇവരൊക്കെ എങ്ങനെയാണ് പണി കൊടുക്കുന്നത്, ഇവർക്ക് കൊടുക്കുന്ന പണി സക്സസ് ആകുമോ, അത് എനിക്കിട്ട് പണി കിട്ടുമോ ഒന്നും അറിയത്തില്ല. അപ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് സ്റ്റാർട്ട്. ക്യാമറ ആക്ഷൻ. നിന്നെ കണ്ടിട്ടാ, നിന്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാ മാറിയോ? എന്ത് മനുഷ്യനാണ്. ഓട്ടോ വിളിച്ച് പോകേടാ, ഓട്ടോ വിളിച്ച് പോകാൻ നോക്ക്. നീ കുടിക്കാൻ കാശുണ്ടല്ലോ. ശ്രീകുടൻ ചണ്ടാ നീനാണോ കൂട്ടാരനാണോ? മനീഷ് മീശയൊക്കെ പിരിക്കുന്ന ഇടിയപ്പം കൊള്ളുന്നു. നിനക്ക് പൈസ എല്ലാം തന്നെ ഉണ്ടാ? ഒന്ന് പൊക്കി കുറെ നേരം തുടങ്ങിട്ട്. സാധനമുണ്ട് ചോദിക്കണ്ടേ? വേണേ രണ്ട് വർത്താനം പറഞ്ഞു. ഒത്തിരി നേരം ചേട്ടാ മീര കൈവക്കി കാണിക്കാൻ തുടങ്ങിയിട്ട്. ഇഷ്ടപ്പെട്ടോ? പിന്നെ അല്ല, ഒത്തിരി നേരം ആയാലും ഞങ്ങളാരും കൈവക്കി കാണിക്കണ്ടേ? പോരാൻ പറ്റില്ല ചേട്ടൻ വിട്ടോ. മനസ്സിലാത്തതാണ് ചേട്ടാ. ഇവിടെ നിന്ന കാര്യം അങ്ങോട്ടാക്കാൻ വാടാ. പറ്റൂല, കൊല്ലണ്ട. അളിയോ വാളിയാ, കുഴപ്പമില്ല. വാടാ. അതെ വാളിയാ. വണ്ടി വണ്ടി പേരെന്തല്ലേ? പുള്ളിയെ കണ്ടിട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത്.
വാളയാ നേത്ത് തൊട്ട വാളയാ നേത്ത് തൊട്ട എന്തോ എങ്ങനെ റാവുത്തറാണ്. ചേട്ടൻ്റെ പ്രശ്നം എന്താണ് ഇപ്പൊ? എന്നാ വെച്ചാൽ വീട്ടിലൊന്നും ആക്കി തട വാട ഇങ്ങോട്ട് അമ്മ ആര് ചേട്ടൻ്റെ കൂട്ടുകാരായാലും വിളിക്കും. ഫോൺ വേണം കേട്ടോ ഞാൻ വിളിക്കാൻ. പൈസ ഞാൻ അതിനേക്കാളും വലിയ വലിയ പുള്ളി അങ്ങോട്ടേക്കും പോട്ടെ. മനീഷ് പല്ലൊക്കെ കടിക്കുന്നു കേട്ടോ. എടാ മനീഷ് നിനക്ക് എന്ത് ഒരു പ്രാന്ത് വന്നിരിക്കണെന്ന് പറഞ്ഞിട്ട് പോയില്ലടാ നീയൊക്കെ. ചേട്ടന്റെ മുതുകത്താണ് കേട്ടോ ഞങ്ങൾ ഇരിക്കുന്നത്. ഞാൻ എന്തൊക്കെ നമുക്ക് തരത്തിൽ പോകുന്നവരോട് കളിച്ചാൽ പോരെ? ചേട്ടൻ പോട്ടോ. പോടാ സംസാരിക്കണം. വീട്ടിൽ കൊണ്ടാക്കടാ. നീ വിളിച്ചോണ്ട് വന്ന് നിനക്കെന്നെ മനസ്സിലായാടേ? വിളിച്ചോണ്ട് അടിച്ചത് വേറെ ഇല്ലെങ്കിൽ എടാ ചത്തു പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് ഒറ്റയടിക്ക് തീരുക എന്തോടത് കൊലപ്പാമ്പ് വീണ്ടും വീണ്ടും എക്സ്പ്രഷൻ മാറുന്നേ ഇയാളെ പാമ്പിരിപ്പിക്കാൻ കൊള്ളാം. എന്തെങ്കിലും ആയിക്കോട്ടെ. ലംബിയല്ലടാ ലംബിയല്ലടാ. വീട്ടിൽ കൊണ്ടാക്കടാ. നമ്മുടെ സ്ഥലമല്ല അതുകൊണ്ട് വീട്ടിൽ കൊണ്ടാക്കടാ. വാടാ. മനീഷ ഇതൊക്കെ കൂളായിട്ട് നമ്മളാർക്കും ചൂടില്ലല്ലോ. എന്റെ മനുഷ്യന് പുള്ളിനെ ഓടിച്ചാൽ പോരെ നിനക്ക്? നീയൊക്കെ അപ്പൊ എന്റെ കൂട്ടുകാരല്ലേ? വിടാൻ പാ. അപ്പൊ അങ്ങനെ പിന്നെ അങ്ങനെയാണ് ചേട്ടൻ എന്താ പറയണേ? ഞങ്ങൾ ചേട്ടൻ ആദ്യമായിട്ടില്ല കാണിപ്പാടാ. ഇല്ല ഇടിക്കണ്ടേ, കളിയാക്കി നമുക്ക് വിടാലോ. നീ ഇത്ര കൂളായിട്ട് ഇരിക്ക്. ചേട്ടാ അങ്ങോട്ടേക്കല്ലേ? അങ്ങോട്ടേക്കല്ലേ? വീട്ടിൽ കൊണ്ടാക്കടാ എന്നെ. ചേട്ടാ അങ്ങോട്ട് പോയിട്ട് അങ്ങോട്ട് കുറെ നേരം അല്ല. പോടാ പോടാ. നിന്റെ എന്തുട്ട് സ്ഥലം പോടാ. നന്ദാ അലമ്പുണ്ടാക്കാൻ വന്നേ നമ്മളോടോ? അടിക്ക നിനക്ക് മനീഷ എവിടെ? വിച്ചു പിടിക്കാം. നീ കൊല്ലുവാടാ. നമ്മുടെ ഏരിയയില മാറിക്ക മാറിക്ക കൊല്ലുവാടാ. മാറിക്ക മാറിക്ക. നിക്കടാ. എടാ ഈ ഇരിക്കാനുള്ള ആളുണ്ടാ? വാളയാ കൊണ്ടാക്കണേ. അതാ ഞാൻ ചോദിക്കണേ. ഞാൻ അപ്പുറത്ത് വാള സുരേന്ദ്രൻ. ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് പറ്റൂലെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ലെന്ന് ചേട്ടനോട് പറഞ്ഞു. ചേട്ടൻ പൊക്കോ. ചേട്ടൻ പൊക്കോ. ഇത്രയും പേര് കണ്ടോണ്ടിരിക്കുക. അയാളങ്ങ് പോയിക്കോളൂ. പോടാ. ചേട്ടാ പോയേട്ടാ. നിന്നെ എന്താടാ വേണ്ട. ചുമ്മാ ഇവിടെ വന്ന് നിന്റെ മീശ വടിച്ചു വിടും.
അടിച്ചിട്ട് നീ ഇവിടെ നിന്ന് പോകൂ. ചവിട്ടാടാ നിന്റെ അവന്റെ മീശ ഞാൻ പഠിക്കും, നിനക്ക് മീശ വളർന്നില്ല. കാണിക്കണേട്ടാ നിനക്ക് ഇരിക്കണോ? നീ മാറി മാറി നിനക്ക് ഇരിക്കണോ? കൗമുദി ടീമിന് ഓ മൈ ഗോഡ് എന്ന് ഞാൻ ചെയ്തില്ല. ഇത് കൗമുദി ടിവിയുടെ ഓ മൈ ഗോഡ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമാണ്. ഇത് നിങ്ങൾക്ക് തന്നൊരു സർപ്രൈസ് ആയിരുന്നു. ഓക്കെ, ഞാൻ പാമ്പ് ജോയി. ഇങ്ങനെയുള്ള പരിപാടികൾ അലമ്പാക്കുന്നതാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ള ജോലി. ആർക്കടെ എന്നെ അടിക്കണമെന്ന് പറഞ്ഞാൽ കൊല്ലണമെങ്കിൽ ഒറ്റ കുത്തിന് ഇപ്പോൾ കൊല്ലണം. കൊല്ലടാ ഇതൊക്കെ. അപ്പോഴേ ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട മനീഷിൻ്റെ ബർത്ത്ഡേ ആണ്. ഫസ്റ്റ് ഹാപ്പി റിട്ടേൺസ് ഡേ. അപ്പോൾ ഇതുപോലുള്ള ആഘോഷങ്ങൾ ഇനിയും നടക്കട്ടെ. അപ്പോൾ നമുക്ക് ഈ ചടങ്ങ് ആദ്യം അങ്ങ് നടത്താം അല്ലേ? അപ്പോൾ എല്ലാവരും കൂടെ ഒന്ന് വിഷ് ചെയ്തിട്ട് എനിക്ക് പണി തരുമല്ലേ? എനിക്ക് പണി തരുമല്ലേ? നീ ഇറങ്ങാറുണ്ട്. കണ്ട ഇപ്പോൾ ഇവിടെ കണ്ടതാണ് ശരിക്കുള്ള ഓ മൈ ഗോഡ്. പണി കൊടുത്താക്കെന്നെ പണി കൊടുത്ത കണ്ട ഇതാണ് ഓ മൈ ഗോഡ്. അപ്പോൾ മീര ഇങ്ങനത്തെ ഒരു സ്ഥലവും ഇതിന് വേണ്ട പ്രിപ്പറേഷനൊക്കെ എങ്ങനെയാണ് എടുത്തത്? ഞാൻ ഈ പരിപാടി ഒരു മാസം മുമ്പാണ് കണ്ടത്. അത് കഴിഞ്ഞ് ഉടനെ തന്നെ യൂട്യൂബിൽ കയറി നമ്പർ സെർച്ച് ചെയ്തെടുത്തു. അതിൻ്റെ ജുബിൻ ചേട്ടനെ വിളിച്ചു. പിന്നെ ഒരു മാസ്റ്റർ ഷെഫ് ഉണ്ട് ലിജോ ചേട്ടൻ വഴി നമ്പർ കിട്ടി. കൗമുദി ടിവിയുടെ ഒരു മാനേജറിനെ വിളിച്ചു. പുള്ളിയും കൂടിയും ജുബിൻ ചേട്ടനോട് പറഞ്ഞു. അത് കഴിഞ്ഞ് പതുക്കെ ഇവനോട് പറഞ്ഞു എനിക്കിങ്ങനെ ഞാൻ എബ്രോഡ് പോണേക്കാൾ മുമ്പ് എല്ലാവർക്കും ഒരുമിച്ച് കൂടണം ഇവിടെയുള്ള ഫ്രണ്ട്സൊക്കെ ആയിട്ട് പറഞ്ഞു. അപ്പം പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, ജോലി ഇല്ലെങ്കിൽ വരാം എന്നൊക്കെ പറഞ്ഞു. ശരി എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഇവരോടൊക്കെ ചോദിച്ചു. അപ്പോൾ ആരും വരാൻ സമ്മതമില്ല, ആർക്കും സമ്മതമില്ല. പയ്യെ അതേപ്പം ഞാൻ ചോദിച്ചു അവൻ മാത്രം കൂടെ നിൽക്കുന്നത് എനിക്ക് ഉറപ്പായിരുന്നു. നീയാണ് കൂടുതൽ മാന്യത തെറ്റിക്കുന്നത്. അവരോട് ചോദിച്ചു ഇങ്ങനെ ഒരു ചെറിയ പണി കൊടുത്താലോ, വേറെ ആരും ഇത്ര കൊടുക്കൂല, ഉറപ്പാണ് ഇടി കിട്ടുന്നത്, എന്നാലും കൂടെ നിൽക്കും. ഞാൻ കൂടെ നിൽക്കാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അതൊക്കെ കണ്ണനോടും ചോദിച്ചു ഒന്ന് കൂടെ നിൽക്കുമോ, ചതിക്കരുത്, ചതിച്ചാൽ എനിക്ക് വരും തിരിച്ചു പണിയെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ചതിക്കരുതെന്ന് പറഞ്ഞു. ഈ ഒരു സ്ഥലം എങ്ങനെയാണ് പ്ലാനിങ്ങിൽ വന്നത്? അതിന് ഐഡിയ ഇവനാണ്. അതെങ്ങനെയാണ് കണ്ടുപിടിച്ചത്? അതിപ്പോ കുറച്ച് തണലും പിന്നെ ഇവന്മാരെ കൊണ്ടുവരേണ്ട എന്തെങ്കിലും പറഞ്ഞിട്ട് ഒരു ഹോട്ടലിലാണ് നമുക്ക് സെറ്റ് ചെയ്യണമെങ്കിലും അങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. എന്റെ ഫ്രണ്ട്സ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാ കൊണ്ടുവന്നത്. അപ്പൊ നേരത്തെ വന്നെന്ന് പറയുമ്പോൾ കുഴപ്പമില്ല, നിന്നെ ഞാൻ കാലത്ത് ഇവിടെ നേരത്തെ ഡ്രോപ്പ് ചെയ്യാം. അപ്പോൾ കാരണം ഇവിടെ ഫ്രണ്ട്സിന്റെ അടുത്ത് നേരത്തെ വന്നെന്ന് ആക്ച്വലി എന്നോട് ആദ്യം പറഞ്ഞത്. അത് ശരി, ഞാൻ കാലത്ത് ഡ്രോപ്പ് ചെയ്തിട്ട് ഞാനുള്ള മാറിയെന്നോളാം, നീ ഫ്രണ്ട്സിന്റെ അടുത്ത് പോയിട്ട് നീ വന്നാൽ മതി എന്നാണ് ഞാൻ ഇവിടെ ആദ്യം പറഞ്ഞത്. നിങ്ങൾ എന്നോട് തന്നെ ഞങ്ങൾ ഒരു മാസം മുമ്പ് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി വാട്സപ്പില്, ഞങ്ങൾ 3 പേര് മാത്രം പോത്തിന് എങ്ങനെയായിട്ട് പണി കൊടുക്കാമെന്ന് വിചാരിച്ചു. നിഗൂഢമായ ചർച്ചകളായിരുന്നു അതിനകത്ത്. ഇപ്പൊ മനസ്സിലായ ഒരു പ്രത്യേക വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അതിനകത്ത് വലിയ ചർച്ചകൾ വെച്ചിട്ടാണ് ഇങ്ങനെ വെൽ പ്ലാൻ ചെയ്തത്. ആ വാട്സപ്പ് ഗ്രൂപ്പ് ഞാൻ പൊക്കി ക്ലിയർ ചെയ്തു, മെസ്സേജ് ഒക്കെ ക്ലിയർ ചെയ്തു സ്പോട്ടിൽ. അതൊക്കെ പോട്ടെ, ഇപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? ഏതൊക്കെ ഘട്ടങ്ങളാണ് ശരിക്കും എന്നെ അടിക്കണമെന്ന് തോന്നിയത്?
അതായത് ഇവളെ നോക്കിയിട്ട് ചിരിച്ചോണ്ടൊക്കെ ഇരുന്നില്ലേ, നമ്മുടെ കൂടെ നമ്മുടെ ഫ്രണ്ട്സ് നോക്കി ഒരാളെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു വിറ്റ് എന്താണെന്ന് പറയുക, ഓപ്പണിങ്ങിൽ ഞാൻ അവിടെ കിടക്കുകയാണ്, ഇവരായിട്ട് ഒരു ബന്ധമില്ല. അപ്പോൾ ഇവർ കുറച്ച് പേര് അങ്ങോട്ട് പോയിട്ട് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ ഇവർ പറയുന്ന കേട്ടുകൊണ്ടിരിക്കുകയാണ്, ഈ നാറിക്കൊക്കെ വെള്ളം അടിച്ചിട്ട് കിടന്നുകൂടെ. എന്നിട്ട് പറയാണ് ഇവരെ കുളിപ്പിച്ച് നമുക്ക് അപ്പുറത്താണ്ട് കൊണ്ട് കിടത്താം. അല്ല, മനീഷ് അടുത്ത് കൂടെ പോയപ്പോൾ പറഞ്ഞു വെള്ളം അടിച്ചല്ല വേറെ എന്തോ ആണ്, വെള്ളം അടിച്ചിട്ട് മണം കിട്ടിയത്. വെള്ളമല്ല വേറെ എന്തോ ആണ്. അപ്പോൾ എനിവേ എന്തായാലും വളരെ നന്ദി, സന്തോഷം, നല്ലൊരു എപ്പിസോഡായിരുന്നു. ഓക്കെ, ഇനി ഒരിക്കൽ കൂടി മിനുവിന് ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ ഓ മൈ ഗോഡ് ടീമിൻ്റെ വകയായിട്ട് ഒരു ഗിഫ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് കൊടുക്കാം. അതെ, അപ്പോൾ എന്തായാലും ഇതിനെല്ലാം പ്ലാൻ ചെയ്തത് നമ്മുടെ മീരയാണ്. മീര തന്നെയാണ് ഈ ഗിഫ്റ്റ് കൊടുക്കാൻ ഏറ്റവും യോഗ്യതയായിരുന്ന വ്യക്തി. അപ്പോൾ അതാ മീര കൊടുത്തോ. ഓ മൈ ഗോഡ് ടീമിൻ്റെ വകയായിട്ട് ചെറിയൊരു ഗിഫ്റ്റാണ്. അപ്പോൾ എന്തായാലും സന്തോഷമായില്ലേ? ഇതിലും വ്യത്യസ്തമായ എപ്പിസോഡുകളുമായി, മനോഹരമായ കാഴ്ചകളുമായി, പുതിയ ഗസ്റ്റുകളുമായിട്ട്, വ്യത്യസ്തമായ വ്യക്തികളുമായിട്ട് കാണുന്നവരേക്കും ഓ മൈ ഗോഡ് ടീമിൻ്റെ വകയായി ഗുഡ് ബൈ.